ومبشرا برسول يأتي من بعد اسمه أحمد. അഹ്മദ് എന്ന പേരുള്ള ആൾ എനിക്ക് ശേഷം വരും എന്ന് സയ്യിദുനാ ഈസ. ആ ആൾ അഹ്മദാണ്. അഹ്മദിയത്തോ അഹ്മദ് അറിയുന്ന ഒരാളും ഈ ലോകത്തില്ല. എന്തുകൊണ്ട്? അഹ്മദ് എന്ന ആൾക്ക് ജലാലും ജമാലും അറിയും. എത്ര അറിയും? സൃഷ്ടിക്ക് അറിയാവുന്നതിൻ്റെ പരമാവധി അറിയും. അപ്പോൾ ആ ആൾക്ക് അഹ്മദ് എന്ന പേര് കിട്ടി. അതെത്രയാണ്? അതറിയാൻ കഴിയൂല. അമ്പിയാക്കൾക്ക് പോലും അഹ്മദിൻ്റെ ഉള്ളറിയൂല എന്ന് മഹാന്മാർ പറയുന്നത് അവരുടെ കിതാബുകളിൽ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. അഹ്മദിൻ്റെ അർത്ഥം അമ്പിയാക്കൾക്ക് പോലും അറിയില്ല. അഹ്മദ് പറഞ്ഞാൽ അള്ളാഹിനെ ഏറ്റവും തുച്ഛമാണ്. മലയാളം അറിയില്ല എന്നല്ല, എന്താണ് ആ പറഞ്ഞതെന്നറിയില്ല. അല്ലാഹുവിനെ ഏറ്റവും പ്രശംസിച്ച ആൾ അഹ്മദ്. അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വെറുതെ ഇരിക്കല്ല. അല്ലാഹുവിനെ ഏറ്റവും അറിഞ്ഞ ആൾ അഹ്മദ്. അറിഞ്ഞപ്പോൾ ഏറ്റവും പ്രശംസിച്ച ആളും അഹ്മദ്. അങ്ങനെ ഒരാളെ നമ്മൾ പ്രശംസിക്കേണ്ടി വന്നു. അപ്പോൾ ആ ആൾ മുഹമ്മദ്. അഹ്മദ് എന്നാൽ അർത്ഥം എന്താ? ഏറെ പ്രശംസിച്ച ആൾ. എന്താ ഏറെ പ്രശംസിച്ചത്? ഏറെ അറിഞ്ഞു. അറിയാതെ പ്രശംസിച്ചാൽ കാപ്പട്യമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്നിറങ്ങി. അപ്പോൾ ഏതോ പേടി ചായയും നെയ്യപ്പം കണ്ടു. അയാൾ ജീവിതത്തിൽ നെയ്യപ്പം കണ്ടിട്ടില്ല, തിന്നിട്ടില്ല. അയാൾക്ക് ചായ നെയ്യപ്പം കൊടുത്തപ്പോൾ അയാൾ തിന്നിട്ട് പോലും ഒന്നുമില്ല. അയാൾ അതിനെപ്പറ്റി മഹത്വം പറയാൻ തുടങ്ങിയപ്പോൾ അതിന് പേര് പറയും. നമ്മളെ വെറുതെ വീരാൻകുട്ടിയാക്കാൻ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഒരു അത് കാപ്പട്ടിയാണ്. നേരെ വെച്ച് തിന്നിട്ട് അയാൾ ഒരു കടി കടിച്ച് ഒരു ലേശം ഇറക്കി, അത് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ. മനസ്സിലായോ? അഹ്മദ്. അഹ്മദ് എന്താ അർത്ഥം? അള്ളാഹുവിനെ ഏറെ പ്രശംസിക്കണമെങ്കിൽ അറിയണം. അറിഞ്ഞപ്പോൾ പേര് അഹ്മദ്. എന്താണ് അറിയേണ്ടത്? ജലാലും ജമാലും എന്നെ അറിയാനുള്ളത്. ബാക്കിയൊന്നും പുറത്തില്ല. ബാക്കിയൊന്നും പുറത്തില്ല. രണ്ട് സാധന പുറത്ത്. ഒന്ന് ജലാല്, ഒന്ന് ജമാല്. അത് എന്തിലും ആ കല്ലിൻ്റെ കഷ്ണത്തിലും ഉണ്ടോ? അത് കാണും. അത് കാണും. അതിന്ന് ജമാലും ജലാലും കണ്ട ആൾ അത് പൊന്നാകട്ടെ എന്ന് വിചാരിച്ച് നോക്കിയാൽ അത് പൊന്നാവും. നോക്ക്. അവരൊരു വസ്തുവെ നന്നായി നോക്കുകയാണെങ്കിൽ അത് ആ വസ്തു അപ്രകാരമായി തീരും എന്നൊരു വരി ഉണ്ടല്ലോ മുഹദ്ദിമാലയിൽ. ഒന്നാൾ നോക്കിയാൽ മതി. ശരിക്കും നോക്കുമ്പോൾ നോക്കിയാൽ അത് പൊന്നാണ്ട് പൊന്നാവും. എന്തേ? അവർക്കതിൻ്റെ ഉള്ളിലുള്ള ജലാലും ജമാലും അറിയും. അതേറ്റവും അറിഞ്ഞ ആൾ മുഹമ്മദ്. അതുകൊണ്ടാണ് ആകാശത്ത് പോയത്. ഇല്ലെങ്കിൽ പോവില്ല. ആകാശത്ത് ഇബ്രാഹിം നബി പോയിട്ടില്ല, മുസാ നബി പോയിട്ടില്ല, ഈസാ നബി പോയിട്ടില്ല. ഇതൊന്നും ഓരോ മോശത്തരല്ല. പോയിട്ടില്ല. എന്തേ പോകാഞ്ഞു? അതിന് മാത്രമല്ല, അതിലുള്ള ആൾ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുള്ള ആൾ മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് പോയി. എത്ര എളുപ്പം പോയി? ഒരു രാത്രി അല്പനേരം കൊണ്ട് പോയി വന്നു. അത് പ്രശ്നമല്ല. അഹ്മദിൻ്റെ എന്തുകൊണ്ട്? ഖാലിഖായ റബ്ബിൻ്റെ ജലാലി ജമാലിനെ ഏറ്റവും അറിഞ്ഞ ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആൾക്ക് എയിലും പോകാം, ആകാശത്ത് ഉളച്ചട് പോകാം, വരാം, പിന്നെയും പോകാം, പിന്നെയും വരാം. ഒന്നും പ്രശ്നമില്ല. എന്തുകൊണ്ട്? പിന്നെ ഒരു പ്രശ്നമില്ല. നല്ലോണം ചിന്തിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലി ജലാലിനോട് അറിഞ്ഞു. فعجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدلسة مسجد اللاهوت كلم لدني هواه علماء صلوا عليه وسلموا تسليما. ബൈത്ത ഉമർ ഖാദിന്റെ ബൈത്ത റളിയല്ലാഹു അൻഹു. പറഞ്ഞാളി മഹാനായ സയ്യിദ് ഉമർ ഖാദി ആ രാത്രി കണ്ടതാ. മുത്തുനബിയെ പറ്റി പറയാ. മലക്കൂത്തി ലോകത്തെ അത്ഭുതങ്ങൾ പോയി കണ്ടു.
ഞാൻ സൂത്തി ലോകത്തെയും ജബറൂത്തി ലോകത്തെയും അത്ഭുതങ്ങൾ കണ്ടു. എന്താണിത്? അത് ആകാശത്തിൻ്റെയും എവിടെയോ ആണ്. ആകാശം ഒന്നും അതിലേക്ക് ചെറുത്തിയാൽ ഒരു തൊപ്പിക്കൂടെ ഉണ്ടാവുള്ളൂ. അലമുൽ മലക്കൂത്തും അലമുൽ നാസൂത്തും അലമുൽ ജബറൂത്തിലേക്കൊണ്ട് നോക്കിയാൽ ആകാശം പോയ കോഴിമുട്ടന് അത്ര ഉണ്ടാവും. അതാണ് നാസൂത്തും ജബറൂത്തും. ചിന്തിക്കണം. ഇത് ഉമർ ഖാലി പറഞ്ഞതാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. ഉമർ ഖാലിയെ നിഷേധിക്കാൻ മാത്രമൊന്നും ഇപ്പം നമ്മളായിട്ടില്ല. നിഷേധിക്കൂല എന്നല്ല, ഇപ്പം ഇവിടേക്ക് എത്തിയിട്ടില്ല. അടുത്ത കൊല്ലമൊന്നും നിഷേധിക്കൂല എന്ന് എനിക്ക് അഭിപ്രായമല്ല. ഇക്കൊല്ലം നിഷേധിക്കണത് തുടങ്ങിയിട്ടില്ല. അള്ളാഹു റസൂൽ അവിടെ പോയി കണ്ടു എന്ന് റഹ്മത്തുള്ളാഹി പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിടുകയാണെന്ന് പറയും. ഇത് ഉമർ ഖാലി പറഞ്ഞതാണ്. ഇത് ഉമർ ഖാലിയുടെ സല്ലല്ലാഹു ബൈത സല്ലു അലൈഹി വസല്ലിമു തസ്ലിമാ. ഉമർ ഖാലി തങ്ങളെ ബൈത്ത് അവിടെ ഉമർ ഖാലി തങ്ങൾ പറയാണ്, ഞാൻ പറയല്ല, ഞാനിതിൻ്റെ മാനെ ഒക്കെ അത്രയേ ഉള്ളൂ. അയിനൻ മുദരിസ മസ്ജിദിൽ ലാഹൂത്തി, ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും കണ്ടു, കണ്ണാൽ കണ്ടു. ആരാ ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ? ലാഹൂത്തി പള്ളിയിലെ മുദരിസാരാ പറയും മനുഷ്യന്മാരെ? അല്ലാഹു അല്ലാതെ ലാഹൂത്തി പള്ളി. ലാഹൂത്തി പറഞ്ഞ ലാ ഇലാഹ ഇല്ലാഹു, ആ ലോകം, ഓനല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. അതാണ് ലാഹൂത്തി ലോകം. അവിടുത്തെ മുദരിസിനെ പോയി കണ്ടു. ആരാ മുദരിസ്? അല്ലാഹു. ഐനൻ ഐനൻ ഐനൻ, ഭൂമി കടന്നാണ് സങ്കല്പിക്കല്ല. ഐനൻ, കണ്ണാലെ കണ്ടു. ഐനൻ മുദരിസ മസ്ജിദിൽ ലാഹൂത്തി കമ്മില്ലദുന്നിൻ ഹവാഹു ഉലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലിമാ. ചിന്തിക്കണം, ചിന്തിക്കണേ, ഇങ്ങോട്ട് നോക്കണേ. മുഅ്ജിസത്തിൻ്റെ പ്രത്യക്ഷം നാടൻ മദ്ഹബിൽ മുഅ്ജിസത്ത് നോക്കുകയാണെങ്കിൽ ഈസാ നബിക്കാണ് പ്രത്യക്ഷത്തിൽ മുഅ്ജിസത്ത്. എന്തുകൊണ്ട്? മരിച്ചാൽ ഹയാത്താക്കും. എവിടെ മരിച്ചാലും ഈസാ നബി വന്ന് ഹയാത്താക്കും. മുന്നിൽ കൂടെ മയ്യത്ത് കൊണ്ടുപോയവരെ ഹയാത്താക്കും. ഇബ്നു കസീറിലാണെന്ന് എൻ്റെ ഓർമ്മ, വേറെയും പല സ്ഥലത്തുണ്ട് ആ താരീഖ്. സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ കൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോയി. ഫറഅ അജൂസൻ, അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. തിബ്കി ഫതംശി ഖൽഫഹ, ജനാസയുടെ ബാക്കിൽ നടക്കുന്നുണ്ട് ഒരു കിളവി. ആ കിഴവിയെ കണ്ടപ്പോൾ ഈസാ നബി ചോദിച്ചു, മാലഹ, എന്തേ ഈ തള്ളക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, അതാ തുഫ്യ ഇബ്നുഹ, ഈ തള്ളക്ക് അൽ വഹീദ്, ഈ തള്ളക്ക് ആകുള്ളത് ഒരു മോനാ, ആ മോനാണ് ഈ മരിച്ചത്. എന്നിട്ട് എല്ലാവരും അതിനോട് പെരയിലിരുന്നോട് ഈ കരിഞ്ഞ് പോരണ്ടെന്ന് പറഞ്ഞിട്ടും അതിനങ്ങനെ കഴിയണില്ല, അത് കരിഞ്ഞ് പിന്നാലെ കൂടുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ പിന്നെ താഴത്ത് ഇറക്കി വെക്കി മയ്യത്തും കട്ടിൽ. അങ്ങനെ ഒരു തള്ള കരിഞ്ഞ് വരികയാണെങ്കിൽ പറ്റൂലല്ലോ, ഇറക്കി വെച്ചു. കൊമ്പ് ഇതിനില്ല, മയ്യത്തും കട്ടിലുമ്പോൾ 2 അടി കൊടുത്തു. എണീക്കട കൊടുക്കുകയാണ്. ഫഖാമ, എണീറ്റു. അതുവരെ കരഞ്ഞ വല്യമാക്ക് ചിരിച്ചിട്ട് ബോധമില്ല. അപ്പോൾ പിന്നെ വല്യമ്മയും മകനും തള്ളയും മകനും കൂടെ പരിയൊക്കെ മടങ്ങാം. പിന്നെ അവർക്ക് പരിയെ പോയിട്ട് ചിരിക്കണം. അപ്പം നാട്ടുകാർ വിട്ടില്ല, 2 ആൾ ഇങ്ങോട്ട് പറഞ്ഞു, ഫാമിലി ശരി എടുക്കട കട്ടിൽ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും എന്നെ ഏറ്റിക്കൊണ്ട് ഈ പൊയ്യെന്ന് പായെന്ന് പറഞ്ഞാൽ നടക്കൂല. ഒരു മയ്യത്ത് ഏറ്റിയത് മുതലാകണമെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടണം. കുഴിച്ചിടാൻ കിട്ടിയില്ല, ഏറ്റടാ ഏറ്റി. മയ്യത്തും കട്ടിൽ ഏറ്റി തള്ളയും മകനും അങ്ങനെ നടന്നു. ഇത്രയും വലിയ മുഅ്ജിസത്താണ് ആരുടേത്? എന്നിട്ട് ഈസാ നബിക്ക് കഴിവിൽ 4-ാം നമ്പറാണ്. എന്തേ? റസൂലുള്ളാഹിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ മാത്രം ലോകമില്ല. ഒരാൾക്ക് വെണ്ടക്കയും മത്തങ്ങയും അരിയുന്ന കത്തി കവണക്കിട്ടിട്ട് മൂർച്ച കൂട്ടാൻ കഴിയും. ഒരാൾക്ക് AK-47 മൂർച്ച കൂട്ടാൻ കഴിയും.
ഈ രണ്ടാളും കൂടി കൊണ്ടോട്ടിയിൽ വന്നിറങ്ങിയാൽ ആർക്കായിരിക്കും പണി ഉണ്ടാകുക? ഒന്ന് പറയും മനുഷ്യന്മാരെ, കത്തി മൂർച്ച കൂട്ടിയോന് പണിയോട് പണിയെടുക്കും, മറ്റേ ആൾക്ക് പണി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അയാൾക്ക് പണിയെടുക്കാൻ മാത്രം ഇവിടെ സാധനമില്ല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കാണിക്കാൻ മാത്രം ഭൂമി ഇല്ല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് കാണിച്ചാൽ ഭൂമി പപ്പടാൻ പൊട്ടിയാണാവും. ആ റസൂലുള്ളാഹിന്റെ നൂറാനിയത്തിന്റെ നിന്നാണ് ഇവർ വകുല്ലുഹും ബിറസൂൽ അല്ലേ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ഇവർക്ക് ഈ മുഅ്ജിസത്ത് കിട്ടിയത്. അത്രയും വലിയ മുഅ്ജിസത്താണ് ആരുടേത്? ഹബീബായ നബിയോട്. അപ്പൊ റസൂലുള്ളാഹിന്റെ വൽപ്പത്തരം എന്താ? റസൂലുള്ളാഹിന്റെ വൽപ്പത്തരം ജലാലും ജമാലും അറിഞ്ഞതാണ്. അത് ആരും അറിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്ക്. അല്ലാതെ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മരിച്ചോരയാത്താക്കണം, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ പിന്നുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്തു. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഹയാത്താക്കി. കൊഴിയുടെ മുള്ളോട് കുവെന്ന് ചൊന്നാരെ കുസാതെ കൂവീപ്പ റപ്പിച്ചു വിട്ടോറേ, ചത്താചാകത്തീനെ ജീവനിടിച്ചോർ ചവും കിലാശത്തെ നന്നാക്കി വിട്ടോറേ. അതൊക്കെ പിന്നീടുള്ളവർ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് അതിനൊന്നും നിന്നില്ല. എന്തുകൊണ്ട്? അതൊന്നൊരു പണിയല്ല. മരിച്ചോരയാത്താക്കലൊന്നൊരു പണിയല്ല. ഇതൊരു പണിയല്ല, അതൊന്നൊരു പണിയല്ല. അള്ളാഹ് അതൊരു പണിയാത്തൊരു പണിയല്ല. അതൊക്കെ ഒരു വെണ്ടക്ക കത്തി മൂർച്ച കൂട്ടും പോലത്തെ ഒരു പണിയാണ് ആത്മീയമായ ലോകത്ത്. ഒരു പണിയേ അല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പണി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖുസൂസിയത്ത് മിഅ്റാജാണ്. അള്ളാഹുവിന്റെ ഹബീബിന് 1,24,000 അമ്പിയാ കഴിഞ്ഞിട്ട് ഒരു നബിക്ക് മാത്രമാണ് നബിയുൽ മിഅ്റാജ് എന്ന് പേരുള്ളത്. 1,23,999 എന്ത് പേരില്ല? പറയും നബിയുൽ മിഅ്റാജ്, മേലക്ക് കയറിയത്. വേറുള്ളവരൊക്കെ താഴെ തന്നെയാണ്, ഒരാളെ മേലെ കയറിയിട്ടുള്ളൂ. എന്തേ? അതിന് മാത്രമുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് ഇവിടെ പണി ഉണ്ടാവില്ല. മനുഷ്യന്റെ ഹൃദയം നന്നാക്കും, അത്ര തന്നെ. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ മാത്രം ഭൂമി ഇല്ല. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നമുക്ക് നാളെ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. മുഅ്ജിസത്തിനെ പറ്റി പ്രസംഗിക്കുന്നതിൽ ഞാൻ വലിയ മടിയനാ. പണ്ടേ മടിയനാ. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പറഞ്ഞാൽ എനിക്ക് നാവിന് കിട്ടൂല. എന്തുകൊണ്ട്? മുഅ്ജിസത്തൊന്നും റസൂലുള്ളാഹിക്ക് മാത്രമില്ല. കുല്ലു ആയിന്നത റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമ്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വകുല്ലു ആയിൻ അത റസൂലുൽ കിറാമു ബിഹാ. എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ കൊണ്ടുവന്ന മുഅ്ജിസത്തുകളും വകുല്ലു ആയിൻ അത റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് ബിഹിം മിൻ നൂരിഹി. അത് അവർക്ക് കിട്ടിയത് റസൂലുള്ളാഹിന്റെ നൂറിലേക്ക് അവർ ചേർന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ മുഅ്ജിസത്ത് അവരുടേതല്ല. ആരുടേതാണ്? പറയേ. ഹബീബായ റസൂലുള്ളാഹ്. വെച്ചോനെ ജയിപ്പിക്കാനൊന്നും അള്ളാഹുവിന്റെ റസൂലില്ല, വേറെ ആളെ ഏൽപ്പിച്ചു. സൂര്യനെ മടക്കി ചന്ദ്രനെ മടക്കി, അതൊന്നും ഒരു പണിയല്ല. റസൂലുള്ളാഹിക്കൊന്നും പണിയല്ല. നിർബന്ധിച്ചപ്പോൾ ചിലപ്പോൾ ഒക്കെ കാട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അന്ന് റസൂലുള്ളാഹിന്റെ പണിയല്ല, അതൊന്നും റസൂലുള്ളാഹിന്റെ പണിയല്ല. 100 ആളെ ഇടിച്ചിട്ടോ മൂക്ക് പൊട്ടിക്കണോന്ന് ഈച്ചനെ കൊല്ലാൻ നടക്കാന്ന് അതുപോലെ പണിയല്ലല്ലോ. അതൊക്കെ നമ്മൾ പോലത്തെ ചെയ്യേണ്ട പണിയാണ്. 100 ആളെ ഒറ്റയടിക്ക് തരിമൂക്ക് പൊട്ടിക്കാൻ മാത്രം കഴിയുള്ളവന് ആ ജാതി പണിയെടുക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് ആ മുഅ്ജിസത്ത് കിട്ടിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വലിപ്പത്തരം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ വലിപ്പത്തരം അള്ളാഹുവിന്റെ ജമാൽ ഭൂമിയുടെ കാലഘട്ടത്തിൽ കണ്ടു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ജലാലിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പിന്നെ അത് പറഞ്ഞു കൊടുക്കാൻ മാത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അത് പറയാൻ മാത്രം മനുഷ്യനില്ല. അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതറിയലാണ് മുഅ്മിൻ.
അതറിയാം. അള്ളാഹിന്റെ ജലാൽ അറിയൽ, അതാണ് മുഅ്മിൻ. ഉദാഹരണം പറയാ, തസ്ലീഫിന്റെ ദിക്റുകൾ കുറേ ഉണ്ട്, തസ്ബീഹിന്റെ ദിക്റുകളുമുണ്ട്. ചില ദിക്റുകൾ 3 വട്ടം സുന്നത്താണ്, ചില ദിക്റുകൾ 7 വട്ടം സുന്നത്താണ്. എന്നാൽ ജലാലിന്റെ ദിക്റിന് തക്സീറാണ് അതിന്റെ അംറ്, അതിന്റെ സുന്നത്ത്. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് പറയ് 33, ലാ ഇലാഹ അല്ലാഹു അക്ബർ 33, ചിലപ്പോൾ 34, 33, അങ്ങനെ പോയിന കണക്ക് അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കി പലതും അങ്ങനെയാണ്. അതേ സമയത്ത് യാദൽ ജലാലി വൽ ഇക്റാമോ അവിടെ എന്താ റസൂൽ പറഞ്ഞു? അക്സിറു യാദൽ ജലാലി വൽ ഇക്റാമിനെ നിങ്ങൾ പെരുപ്പിക്കുക. എത്രയെന്നില്ല, നേരം കിട്ടിയാൽ ഒക്കെ തന്നെ. ചിന്തിക്ക്. യാദൽ ജലാലി വൽ ഇക്റാം തന്നെ ഹജ്ജിന് നടന്നു പോയ ആൾ വാഗ അതിർത്തിയിൽ പെട്ടു. 3 മാസം കഴിഞ്ഞിട്ട് ഒരിക്കൽ എനിക്ക് വിളിച്ചു, ഇങ്ങനെ പെട്ടിട്ടുണ്ട്, അതിന് പോകണം. ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, അങ്ങനെ ഹജ്ജിന് നടന്നു പോയ ഒരാൾ വാഗ അതിർത്തിയിൽ കിടക്കുന്നുണ്ട്, അയാൾക്ക് ഹജ്ജിനെത്തണം, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെ പറയും, യാദൽ ജലാലി വൽ ഇക്റാം, കഅബാലയത്തിൻ്റെ കിസ്വയിൽ തൊടുന്നത് വരെ അത് ചെല്ലുക, അത് തൊടും എന്ന്. അപ്പോൾ ഞാൻ അയാളോട് അങ്ങനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അയാൾ പാകിസ്ഥാൻ എത്തിയിട്ടും എനിക്ക് വിളിച്ചു, അപ്പോഴും ഞാൻ പറഞ്ഞു അത് തന്നെ ചെല്ലും. ഇറാനിലെത്തിയപ്പോഴും എന്നെ വിളിച്ചു, അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ചെല്ലും. പിന്നെ കഅബാലയത്തിൻ്റെ കിസ്വയിൽ തൊട്ട് വിളിച്ചു, ഞാനിപ്പോൾ കഅബാലയത്തിൻ്റെ കിസ്വയിൽ തൊട്ടു. അതാ ദിക്റിൻ്റെ പ്രത്യേകതയാണ്. ഏതാ ദിക്ർ? യാദൽ ജലാലി വൽ ഇക്റാം. അത് ജലാലിയത്താ, ജലാലി റാത്തീബല്ലേ ഇവിടെ ചെല്ലുന്നത് അല്ലേ? അള്ളാഹിൻ്റെ വലിപ്പത്തിലാണ്, അതിൻ്റെ വളർമ്മ വലിപ്പത്തിലാണ് ആ ദിക്റിൻ്റെ മൊത്തം. അതിൻ്റെ മേലഞ്ഞൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് ചെല്ലിയാൽ തന്നെ വലിയ കൂലിയ. പിന്നെ ഒരു തുറക്കലുണ്ട് ലാസ്റ്റ് ഭാഗം, അത് പറയാം. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ അന്നേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അയാൾ ഹജ്ജിന് എത്തൂല, മടങ്ങി പോരേണ്ടി വരും എന്ന് കേരളത്തിൽ പലരും പറഞ്ഞപ്പോഴും അത് പോരേണ്ടി വരൂല, അയാൾ ഹജ്ജ് കഴിഞ്ഞ് തന്നെ നടന്നു പോയി ഹജ്ജ് ചെയ്ത് മടങ്ങും എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ആ ദിക്റിനെ വിശ്വസിച്ച് പറഞ്ഞതാ, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ അതിൻ്റെ ഗുണവും ദോഷവും, ഹജ്ജിന് നടന്നു പോയതും ട്രെയിനിൽ പോയതും അതല്ല എൻ്റെ ചർച്ച. ഞാൻ പറഞ്ഞു, എന്നോടൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞു, അത് നടന്നു. കിതാബിൽ മുഴുവനുള്ളത് സുബ്ഹാനല്ലാഹ് 33 ചൊല്ലിക്കോളിയും, അവിടെ 3 വട്ടം ചൊല്ലിക്കോളും, ഇവിടെ 7 വട്ടം ചൊല്ലിക്കോളും എന്നുള്ളവർക്കൊക്കെ യാദൽ ജലാലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 അല്ല 7 അല്ല, പിന്നെന്താ? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ഹദ്ദാദിൽ തന്നെ ബാക്കിയുള്ള ദിക്റൊക്കെ 3 യാദൽ ജലാലി 7, 3ന്റെ ഇരട്ടിന്റെ മേലെ. എന്നിട്ട് യാദൽ ജലാലി എന്നിട്ട് എന്താ പറയുന്നത്? അമിത്നാല ദീനിൽ ഇസ്ലാം, മുസ്ലിമായി മരിപ്പിക്കണേ, അത് വലിയ ഭാഗ്യമാണ്. ഈ ദുനിയാവിലെ മഹാഭാഗ്യം കിട്ടി. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഒരു സൂറത്തിന് പേരും വെച്ചു. എന്നിട്ടും ആ മനുഷ്യൻ കൊതിച്ചത് മുസ്ലിമായി മരിക്കാനാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അള്ളാഹു മുസ്ലിമായി മരിക്കാൻ തൗഫീക്ക് തരട്ടെ. മനസ്സിലാണ്ട് പറയാം. നമ്മൾ ഹദ്ദാദിൽ ശ്രദ്ധിക്കണം. وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله 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 عليه
തവക്കലു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. ഒറ്റ ഉദാഹരണം. ഹദ്ദാദിൽ വേറുള്ള ദിക്റൊക്കെ 3. യാദൽ ജലാലിനപ്പോ 3ന്റെ ഇരട്ടിയല്ല, അതിൻ്റെ പുറത്ത് 7. കൽപ്പന അക്സിറു അക്സിറു. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത പറഞ്ഞിട്ട് റസൂൽ അത് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് പേടിയായി. നബിയെ ഞങ്ങൾ എന്താ കാണിക്കുക ഖിയാമത്ത് നാളിൽ? അപ്പോൾ റസൂൽ പറഞ്ഞു അക്സിറു. യാദൽ ജലാലി വലിയക്രാം, യാദൽ ജലാലി വലിയക്രാമിനെ പെരുപ്പിച്ചോളി, മഹ്ശറിൽ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹദീസ് ഷരീഫ മുത്തുനബി പറയാം മുത്തു മുഹമ്മദ് മുസ്തഫ. അക്സിറു 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 അരിള്ളൂ അക്സിറു. അങ്ങനെ പല റിവായത്തും കാണാം. അയ്മൻ പിടിച്ചു കൂടിക്കോളി, യാദൽ ജലാലി വലിയക്രാം കൂടിക്കളി. ഏത് കുടിയ നേരത്തും യാദൽ ജലാലി വലിയക്രാം, ജലാലിയത്തിനെ പറഞ്ഞാൽ രക്ഷപ്പെടും. അതിൻ്റെ ഉള്ളൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. വളരെ ചിന്തിക്കണം. സുൽത്താന്റെ വൽപ്പത്രം ജലാലിയത്ത് തുറന്നു കിട്ടി എന്നുള്ളതാണ്. അത് ലോകത്തൊരാൾക്ക് തുറന്നു കിട്ടി. അപ്പോഴാണ് സ്തുതി വന്നു. അപ്പോൾ അഹമ്മദായി. അപ്പോൾ ആ മനുഷ്യനെ നമുക്ക് കിട്ടി. അപ്പോൾ ആ മനുഷ്യൻ മുഹമ്മദായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അഹമ്മദും അറിയില്ല, മുഹമ്മദും അറിയില്ല. മുഹമ്മദ് ഒരാൾ അറിഞ്ഞാൽ വലിയായി. അള്ളാനെ അറിഞ്ഞപ്പോൾ അഹമ്മദായി. ആ അഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടുന്നപ്പോൾ ആ ആൾ മുഹമ്മദായി. മുഹമ്മദിനെ അറിഞ്ഞാൽ വലിയായി. ഒരാൾക്ക് മുഹമ്മദിയത്ത് തുറന്നാൽ വലിയോ. മുഹമ്മദിയത്ത് തുറന്നിട്ടാ വലിയോ. മുഹമ്മദിയത്ത് തുറന്നിട്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹഖീഖത്തുൽ മുഹമ്മദിയ്യ ഒരാൾക്ക് തുറന്നു കിട്ടിയ വലിയാവും. വലിയ ഉറപ്പ്. വലിയന് ആദ്യം തുറക്കലും അത് തന്നെയാണ്, അവസാനം തുറക്കലും തന്നെയാണ്. ജലാലിയത്ത് തുറക്കൂല. അയ്മന്റെ ഉള്ളിലൊരു ജലാലിയത്ത് കിട്ടും. ജലാലിയത്ത് പൂർണ്ണമായി തുറന്നു കിട്ടിയത് ഹബീബ നബിക്ക. അപ്പോൾ ഹബീബ നബി അഹമ്മദായി. അഹമ്മദ് ഒരാളേ ഉള്ളൂ, രണ്ടാമത്തെ ആളില്ല. നമ്മളൊക്കെ പിന്നെ അതിൻ്റെ താപിഴങ്ങളാണ്. നമുക്ക് അഹമ്മദ് എന്ന് പേരിട്ടു. അത് നമ്മൾ റസൂലുള്ളാഹിന്റെ പേരുമ്മൽ വെച്ചുണ്ടാക്കിയതാണ്. നമ്മളല്ല, അഹമ്മദ് ഒരാളേ ഉള്ളൂ. എന്തിന്? ഖുർആനിൽ പോലും അഹമ്മദ് ഒറ്റവട്ട പറഞ്ഞു. മുഹമ്മദ് 4 വട്ടം പറഞ്ഞു, അഹമ്മദ് 1 വട്ടം പറഞ്ഞു. മനസ്സിലായില്ല? ഖുർആനിൽ മുഹമ്മദ് 4 വട്ടം പറഞ്ഞു, അഹമ്മദ് ഒറ്റവട്ടം. രണ്ടാമത്തെ വട്ടമല്ല. എൻ്റെ അങ്ങനെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു തരിക. അല്ലാതെ അതിൻ്റെ ഉള്ളറിയില്ല. അതിനുള്ളറിയില്ല. ദുബായിൽ പോയി, ദുബായ് രാജാവിൻ്റെ ഒപ്പം കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോൾ, പേരിൽ വന്നപ്പോൾ പെണ്ണുങ്ങളോടും കുട്ടികളും പറഞ്ഞ്, അത് ഞാൻ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അതെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും യജമുണ്ടണ്ട. അതെന്തൊക്കെയെന്ന് ഞാനോട്ട് പറഞ്ഞാനോട്ട് കഴിയൂല, എനിക്കത് പറഞ്ഞു തരാനോട്ട് കഴിയൂല, പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു സാധനം കൊണ്ടോട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ പറയും മനുഷ്യന്മാർ. പറഞ്ഞുതരാൻ പറ്റൂല. നമ്മളെ മക്കളോട് പറഞ്ഞുതരാൻ പറ്റുമോ? അവിടെ ഓലിക്കിപ്പോൾ ആകെ എന്തേ അറിയുള്ളൂ. ഓലിക്ക് കുറച്ച് മന്തി അറിയും. പറയും മനുഷ്യന്മാരെ, പറയും കുറച്ച് മന്തി, കുന്തി, ഇതൊക്കെ ഇവർക്ക് അറിയുള്ളൂ. ബ്രോസ്റ്റ്, ഇതൊക്കെ ഇവർക്ക് അറിയുള്ളൂ. അതിൻ്റെ അപ്പുറം അവിടെ ദുബായ് രാജാവിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവനും പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? ഓനൊരു നാടാളെ കണ്ടതാണ്. പിന്നെ കുട്ടികളത് എന്തൊക്കെ സാധനം പാപ്പാന്ന് വെച്ചാൽ കൊണ്ടോട്ടി അങ്ങാടിയിലെ ഒരു സാധനം അതിലില്ല. പിന്നെ എങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുക? അപ്പൊ അഹമ്മദിയത്ത് ഒറ്റ പറഞ്ഞു. ഓൻ പേരിൽ വന്നിട്ട് ഒറ്റവട്ടാണ് ദുബായ് രാജാവിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചു പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞില്ല. കാരണം ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. പറഞ്ഞ ഒരുപാട് മനസ്സിലാവില്ല. ഖുർആനിൽ അഹമ്മദ് എന്ന് പറഞ്ഞ ഒറ്റവട്ട. രണ്ടാമത്തെ എന്തേ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു തരിക. അതെന്താണ് അറിയില്ല. അമ്പിയാക്കൾക്ക് പോലും ഹഖീഖത്തുൽ അഹമ്മദിയത്ത് അറിയില്ല. അമ്പിയാക്കൾക്ക് അറിയില്ല.
അത് സിറും ബൈന റബ്ബിഹി വബൈന മുഹമ്മദ്. റസൂലുള്ളാഹിക്കും അല്ലാഹു റസൂലുള്ളാഹിക്ക് മാത്രം തുറന്നു കൊടുത്ത സംഭവമാണ് എന്ത്? അഹമ്മദിയത്ത്. അത് ജലാലിൻ്റെ പൂർണ്ണത അറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ നബിയുടെ കോന്തലമ പൊടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് നമുക്ക് കിട്ടുന്നപ്പോൾ നമുക്ക് മുഹമ്മദിയത്ത് തിരിയില്ല. തിരിഞ്ഞാൽ വലിയായി. മുഹമ്മദിയത്ത് തിരിഞ്ഞൊരു മനുഷ്യൻ ഈ തൃപ്പഞ്ചി പീടിയൻ്റെ മേലെ ഇരുന്നിരുന്നു. ഈ കിശ്ശേരി പീടിയൻ്റെ മേലെ കയറി കുത്തിരുന്നിരുന്നു ഒരു മനുഷ്യൻ. മനസ്സിലായില്ലേ? ഇല്ലേ? ഓർമ്മല്ലേ മനുഷ്യന്മാര് നമ്മുടെ കാര്യം കുത്തിരുന്നു. എൻ്റെ അഹമ്മദിയത്തില്ലേ? അഹമ്മദിയത്തൊരാൾക്ക് തിരിയില്ല. എന്ത് വാതിൽ തുറന്നിട്ട് ലേശം ഹഖീഖത്തുൽ മുഹമ്മദിയ വലിയായി. അപ്പൊ ജലാലിയത്തിന്റെ ഉള്ളിക്ക് നോക്കാം. സെന്റ് പൂശി ഒരുത്തൻ കഴുത്തിലൊക്കെ സെന്റും പൂശി വന്നാൽ ഓനൊന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും സമയത്ത് നമുക്ക് ഒരു മൂക്കിലൊരു വാസന കിട്ടുമല്ലോ. ഇതാണ് താഴെയുള്ള മനുഷ്യന്മാർക്ക് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ജലാലിയത്ത് ദിക്റല്ല, തിരിയില്ല. എന്നാൽ ചെല്ലാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ. അല്ലേ? ജലാലിയത്ത് 20 കൊല്ലങ്ങൾ ചെല്ലിയില്ലേ? ജലാലിയ ദിക്റുകൾ 20 കൊല്ലം ചെല്ലിയില്ലേ? പറയും മനുഷ്യന്മാരെ. അത് അൽഹംദുലില്ലാ ചെല്ലിയാലോ ഉള്ളു തിരിയില്ല. തിരിയാനും പാടില്ല, തിരിയൂല. അതെന്താണ് അറിയില്ല. എന്താ അതിൻ്റെ ഉള്ളു അറിയില്ല. നമുക്ക് എന്തേ ഉള്ളൂ എന്നറിയോ? ഒന്നിങ്ങനെ സെന്റ് പൂശി വന്നപ്പോൾ ഈ ഭാഗത്തേക്ക് കഴുത്ത് ഇങ്ങനെ അങ്ങനെ കൊണ്ടായപ്പോൾ ഒരു ചെറിയ ലാഞ്ചന കിട്ടി. അതെന്നെ മതി. അങ്ങനെ കിട്ടിയാൽ തന്നെ ഔലിയപ്പാപ്പിയായി ആകാശത്ത് പറക്കാം. ഈ ദുനിയാവാകെ അള്ളാഹിൻ്റെ ജലാലും ജമാലും ഇതൊക്കെ ഇതല്ലാത്ത ഒന്നുമില്ല. എല്ലാം ഈ കാണുന്നൊക്കെ അള്ളാഹിൻ്റെ ജലാലും ജമാലും. അത് മനസ്സിലാകുക എന്നുള്ളതിനെ തൗഫീഖ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഇതൊക്കെ തന്നെ എല്ലാം 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 ചിന്തിക്കുക. അവർക്ക് ആകാശത്ത് പറക്കാൻ കഴിയും. അവർക്ക് എന്തും കഴിയും. അവർക്ക് നടക്കാതെ ഇതാ കാന അബൂബക്കറിൻ ഇദാ യർഫഉ ലുഖ്മത ഇലാ ഫീഹി തുസബ്ബിഹു തിൽക ലുഖ്മതു മിൻ യദിഹി. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഉരുള ഒന്ന് പൊക്കുമ്പോഴത്തിന് ഉരുള കയ്യിൽ ഇരുന്ന് തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആര് ചൊല്ലും? തുസബ്ബിഹു തിൽക ലുഖ്മ. ഇത് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്വഹീഹാണ്. ഇബ്നു തൈമിയുണ്ട് ഈ സംഭവം. അതെന്തേ? അത് മുസ്തഫ റസൂലുള്ളാഹിന്റെ കൈത്തുമ്മിൽ കൈത്ത് വെച്ച ആളാ സയ്യിദുനാ സിദ്ദീഖ്. അപ്പോ സിദ്ദീഖ് അല്ല തസ്ബീഹ് ഉള്ളത്. ആരാ? സിദ്ദീഖ് പിടിച്ച ഉരുള തസ്ബീഹ്. സിദ്ദീഖ് ഒരു തസ്ബീഹാണ്. മനസ്സിലായില്ലേ? സിദ്ദീഖ് തങ്ങളാ ഉരുളന്ന് പിടിച്ചാൽ ഫതുസബ്ബിഹു തിൽകൽ ലുഖ്മ എന്ന് ഇബ്നു തൈമിയയുടെ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ കിതാബിലുണ്ട് ആ സംഭവം. അത് ശരിയാണ്. ഫതുസബ്ബിഹു തിൽകൽ ലുഖ്മ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ ഉരുള തസ്ബീഹ് ചെല്ലുമായിരുന്നു. എന്തേ? അങ്ങനത്തെ മനുഷ്യന്റെ കയ്യിലാണ് എത്തിയാൽ അത് ചെല്ലേണ്ടി വരും. അപ്പോൾ നമുക്ക് ജലാലിയത്ത് തുറന്നിട്ടൂല. നമുക്ക് ഉള്ളിക്ക് നോക്കാൻ കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. അപ്പോൾ ദിക്ർ ചൊല്ലാൻ കഴിയുക എന്നത് തന്നെ തൗഫീഖാണ്. ഒരാൾക്ക് ജലാലിയ റാത്തീബിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തൗഫീഖാണ്. അത് ഒരു പദത്തിന്റെ കോലങ്ങളാണ്. ഏതാ പദം? അടിത്തറ, അടിയിലെ മരം. അതേതാ മരം? മസലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അതൊരു മരം. അതേതാ മരം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ ചില ആളുകൾക്ക് അത് അവിടെ നിന്നാണ് മുളക്കും. അപ്പോൾ അവൻ മാനാവും. ഇവിടുന്ന് മുളക്കും. മുളച്ചാൽ വലിയായി, മാനായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലർക്ക് മുളക്കൊന്നുമില്ല, അതിൽ ഉള്ളിക്കുണ്ടാവും. ഉള്ളിലെത്തിയാലോ? മനസ്സിലായില്ലേ? ഈ ദുനിയാവിലെ എന്തിനേക്കാളും വലിയ കൃഷിസ്ഥലമാണിത്. ഇവിടെ അല്ലാഹു വസിക്കും. ഇത് അല്ലാഹുവിന്റെ അർശ. അർശിന് ഞാൻ പറഞ്ഞില്ലേ, കോഴിമുട്ടത്തോടിൻ്റെ അത്രയേ ഉള്ളൂ ആകാശം. അർശിലേക്ക് ചേർത്താൽ ഖൽബുൽ മുഅ്മിനി അർശി. അത്
മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എൻ്റെ അർശാണെന്ന് അള്ളാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹുവിൻ്റെ അർശാണത്. ഈ അർശിലെന്തേ ഇവിടെ മരം വളരുന്നുണ്ട്. അതേതാ മരം? മസലു കലിമത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വാക്കാണ്. കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല മരം പോലെയാണ്. നല്ല മരം പോലെയാണ് നല്ല വാക്ക്. അസ്ലുഹാ സാബിത്തുൻ, അതിന് അടിത്തറുണ്ട്. എവിടെ 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 എവിടെ? ഹൃദയത്തിൽ, ഭൂമിയിലല്ല. ഭൂമി അതിന് മാത്രമല്ല. അതെവിടെയെന്ന് പറഞ്ഞില്ല. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. നമ്മൾ ഇവിടെ ഒരു തെങ്ങ് കുഴിച്ചിട്ടു, നമ്മളെ വളപ്പിൽ ഇവിടെ ഒരു തെങ്ങ് കുഴിച്ചിട്ടു. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ പറയുന്നത്? മനസ്സിലല്ലേ? നമ്മളിവിടെ നമ്മളെ ഈ വളപ്പിൻ്റെ ഇവിടെ ഒരു തെങ്ങ് കുഴിച്ചിട്ടു. നിങ്ങൾ അടുത്ത അയമോട്ടിൻ്റെ വളപ്പിലേക്ക് അത് പോയാൽ നമ്മൾ എന്താ പീടിയക്കൊലയും ഇരുന്ന് പറയാ? എൻ്റെ വളപ്പിലാണ് കുഴിച്ചിട്ടത്. ഇപ്പൊ തേങ്ങക്ക അയമോട്ടിക്ക. അപ്പൊ എവിടെ എത്തി എന്ന് പറയുന്ന മുമ്പ് എവിടെ കുഴിച്ചിട്ടു എന്ന് പറയണ്ടേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, എവിടെ കുഴിച്ചിട്ടു എന്ന് അള്ളാഹ് പറഞ്ഞതേ ഇല്ല. എവിടെ എത്തിനോ? അസ്ലുഹാ സാബിത്തുൻ ഫിൽ അർളി എന്ന് പറഞ്ഞില്ല. അസ്ലുഹാ സാബിത്തുൻ, അത് സ്ഥിരമായതാണ്. എവിടെ പറഞ്ഞില്ല. ആ മരത്തിന്റെ കൊമ്പ് ആകാശത്താണ്. അതെവിടെയുള്ള? ഭൂമിയിലാണ്. ഭൂമി അതിന് മാത്രമല്ല, പക്ഷെ എൻ്റെ ഹൃദയം അതിന് മാത്രമുണ്ട്. ലാ തസഉനി അർളി വലാ സമാഇ, ആകാശവും ഭൂമിയും എനിക്കിറങ്ങി നിൽക്കാൻ മാത്രം വലുതല്ല. ഇല്ലാ ഖൽബു അബ്ദി, എൻ്റെ അബ്ദിൻ്റെ ഖൽബല്ലാതെ. അപ്പോൾ ഭൂമിയേക്കാൾ മൽപ്പുണ്ട് എന്ത്? ഖൽബ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ കളിയാക്കണവർക്ക് ചോദിക്കാം, എന്ത് ഭൂമി ഒരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ എന്ന ഒരു വരിയുണ്ട് മൊയ്തീമാലിൽ. അപ്പോൾ ചിലർ ചോദിച്ചു, ഭൂമി ഒരുണ്ടായി മൂപ്പര് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ മൂപ്പര് എവിടെയാണാവോ നിന്നതാവോ? അതിനൊന്നും പിന്നെ മറുപടി ഇല്ല. അന്തല്ലവരല്ലേ മറുപടി പറഞ്ഞ കാര്യമുള്ളൂ. താമരപ്പൂങ്കാമനത്തിൽ താമസിക്കുന്നോളെന്ന് കവിത എഴുതിയപ്പോൾ പിന്നെ അത് താമരൻ്റെ എതള് കൊഞ്ഞാടിയില്ലേ ഓളവിടെ ചവിട്ടിയപ്പോൾ തന്നെ ചോദിക്കണവരോട് പിന്നെ ഭർത്താനല്ല ഓലെ വേഗം പൂങ്കള നമ്പൂരിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുക. അത് നിർവ്വാണം. അതിന് അന്തം വേണം മനസ്സിലാക്കണമെങ്കിൽ. മനസ്സിലാണ്ട് പറഞ്ഞാൽ ചിന്തിക്കണം. ഭൂമി വൽപ്പല്ല, കൽബ് വൽപ്പുണ്ട്. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു എന്ന് മുത്തനബി പറഞ്ഞു. ലാ യസഉനി ലാ തസഉനി, എനിക്ക് മതിയാവൂല. അർളി, എൻ്റെ ഭൂമി. വലാ സമായി, എൻ്റെ ആകാശവും ഭൂമിയും എനിക്ക് ഇറങ്ങിക്കാൻ മാത്രം മതിയാവൂല. ഇല്ല കൽബു അബ്ദി, എൻ്റെ അബ്ദിൻ്റെ കൽബ് അതിന് മാത്രം ഉണ്ടേനും. എൻ്റെ കൽബിൻ്റെ അബ്ദ്, എൻ്റെ അബ്ദിൻ്റെ കൽബ് ഭൂമിനേക്കാൾ വലുപ്പുണ്ട്. പറയേ, ആകാശത്തിനേക്കാൾ വലുപ്പുണ്ട്. അവിടെയാണ് ആ മരം. സ്ഥലം പറഞ്ഞില്ല. അന്തളോട് തിരി എവിടെയാണ്? ഇവിടെ അങ്ങോട്ട് മുളക്കണം. ജലാലിയ റാത്തിബ് ഇവിടെ മുളച്ചാൽ മതി. ഇവിടെ മുളക്കണം. ആ ജലാലിയത്ത് ഇവിടെ മുളക്കണം. ചിന്തിക്കുക. പിന്നെ അവൻ അതറിഞ്ഞവർക്ക് അതിലേക്ക് ഒരു നോട്ടം കിട്ടിയാൽ മതി, രക്ഷപ്പെടും. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോർ. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോർ. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോരേ. അവരൊരു മജ്‌ലിസിലിരുന്നാൽ റസൂൽ അവിടെ വരും. അപ്പോഴത്തെ റസൂൽ വഫാത്തായിട്ട് 5 നൂറ്റാണ്ടായി. ഇവിടെ വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തേ വാതിൽ തുറന്നു കിട്ടി? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിക്ക് വാതിൽ തുറന്നിട്ട്, ഷെയ്ഖ് റിഫായക്ക് വാതിൽ തുറന്നിട്ട്. എന്തിലേക്ക്? ജലാലിയത്തിലേക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞു. മറ്റേ പിന്നെ അവരെവിടെ ഉണ്ടെങ്കിൽ അവിടെ റസൂലുള്ളാഹ്. അവണ്ണം നമ്മുടെ അവരുടെ റൂഹും വിടെ വരുന്നോരേ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്തും നടക്കും.
അവിടെ കൽബ് ആകാശത്തിനെ കൊഴുപ്പുണ്ടാവും. അസ്ലുഹാ സാബിത്തുൻ ഫിൽ അർളി എന്ന് പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുളക്കാൻ മാത്രം ഭൂമിയില്ല. ഭൂമി വെണ്ടക്ക, കൈപ്പങ്ങ, പടവലങ്ങ ഇതൊക്കെ മുളക്കാനുള്ള സ്ഥലമാണ് എന്ത്? ഭൂമി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുളക്കണമെങ്കിൽ ഇവിടെ മുളക്കണം. ഇത്ര ഭൂമി ഇത്ര ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മുരട് പറയാതെ മേൽഭാഗത്തിന്റെ കൊമ്പ് പറഞ്ഞ കിതാബാണ് ഖുർആൻ. മുരട് എവിടെയെന്ന് പറഞ്ഞത്? കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. നല്ല വാക്ക്. ഏതാ നല്ല വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ മലക്കുകൾ പറയും, നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞോരാ. സലാമുൻ അലൈക്കും ത്വയ്ബത്തും ഫദ്ഖുലൂഹാ. ത്വയ്ബത്തും ആ ത്വയ്യിബത്തായ വാക്ക് പറഞ്ഞോരാ കയറിക്കോ. സിയഖല്ലദീന തഖൗ ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും ത്വയ്ബത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. اللهم اجعلنا منهم اللهم اجعلنا منهم. പഠിച്ചോനെ, പാപികളാണ് പഠിച്ചോനെ, എന്നാലും നിന്റെ ഉഫ്രാന് കൊണ്ട് ഞങ്ങളേക്ക് കയറ്റിത്തരണം റബ്ബേ. അന്നത് ഞങ്ങൾക്ക് മഹറൂമാകരുത് റബ്ബേ. അവിടേക്ക് ഞങ്ങളെ കയറ്റിത്തരണം റബ്ബേ. എന്താണ്? ഏതാ സൂറത്ത്? സുമറിന്റെ അവസാന ഭാഗത്തിന്റെ ആയിട്ട് ഒന്നും കൂടി നോക്കാം. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها عليكم طيبتم سلام عليكم طيبتم سلام عليكم طيبتم. നിങ്ങൾ ത്വയ്യിബത്തായ വാക്ക് പറഞ്ഞവരാണ്. നിങ്ങൾ ത്വയ്യിബത്തായ വാക്ക് ഇവിടെ മുളപ്പിച്ചവരാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അത് പറഞ്ഞോർത്ത് പങ്കെടുത്തവരാണ്. ജലാലിയ റാത്തിബ് ചൊല്ലിയവരാണ്. ആ വാക്കേറ്റ് പറഞ്ഞവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സലാമുൻ അലൈക്കും ത്വയ്ബത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ വഖാലു അൽഹംദുലില്ലാഹ് وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. سبحان الله. اللهم اجعلنا من العاملين. اللهم اجعلنا من العاملين. اللهم اجعلنا من العاملين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم اجعلنا من العاملين الذين يعملون لدينك ولإشاعة دينك ولوجهك يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام آمين برحمتك يا أرحم الراحمين. നല്ല വാക്ക്. ഇതിവിടെ മുളക്കണം. എന്നാ പിന്നെ ഒക്കെ തിരിയും. ജലാലിൻ്റെ ഒരു വാസന അടിക്കും. വാസന അടിച്ചാൽ വലിയാവും. പിന്നെ ഒരു ഇങ്ങനെ ഇരുന്നാൽ മതി. ഒരു അങ്ങാടി മാളിയെ കയറി കുത്തിരുന്നാലും വലിയാണ്. ഒരെവിടെ ഇരുന്നാലും വലിയ. ഒരൊന്നും കൊണ്ടില്ലെങ്കിലും വലിയാണ്. എന്തുകൊണ്ട്? അവർ ഹുളൂർ എന്ന തസ്ബീഹ. സലാമുൻ അലൈക്കും ത്വയ്ബത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ വഖാലു അൽഹംദുലില്ലാഹ്. അപ്പോൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഖൽബിന്റെ വാതിൽ തുറക്കാൻ നോക്കണം. ദുനിയാവ് നശ്വരമാണ് എന്ന് ചിന്തിക്കണം. ദുനിയാവിന് വേണ്ടി പറയുന്ന വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം. ദുനിയാവ് നശ്വരമാണ്. ദുനിയാവ് നശ്വരമാണ്. ദുനിയാവ് വലുതാണെന്ന് ആര് മനസ്സിലാക്കിയാലും അവന് ജലാലിലേക്കുള്ള വാസന അടിക്കുകയില്ല. ജലാലിലേക്ക് വാസന അടിക്കണമെങ്കിൽ ദുനിയാവ് നിസ്സാരം മനസ്സിലാക്കണം. അങ്ങനെയാണ്. ദുനിയാവല്ല മനസ്സിലാക്കരുത്. എന്ത് ദുനിയാവ്? الدنيا أقل من القليل وعشقها أذل من الذليل. അതിന്റെ അർത്ഥം മുതലുണ്ടാകരുത് എന്നല്ല. കൊണ്ടോട്ടി അങ്ങാടിയിലെ ഏറ്റവും വലിയ മുഅ്മിനായ മനുഷ്യൻ
ഒരുപക്ഷേ ജലാലിന്റെ വാസന അടിച്ചവനാകാം. കൊണ്ടോട്ടി അങ്ങാടിയിലെ ഏറ്റവും വലിയ ദരിദ്രൻ ജലാലിന്റെ വാസന ദുനിയാവിൽ കിട്ടാത്തവനാകാം. ഫഖറും മൊഹിനയും എനിക്ക് കണക്കേ അല്ല. രാവും പകലും മന്തിച്ചോറ് തന്നതുകൊണ്ട് നരകത്ത് പോവില്ല. രാവും പകലും പച്ചവെള്ളം മാത്രം കുടിച്ച് പട്ടിണി കടന്നുകൊണ്ട് സുഖത്തിന് പോവില്ല. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? പറയും മനുഷ്യന്മാരെ, പച്ചവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എന്ത് കുറേ തിന്ന് കൂട്ടിയല്ലോ, അതൊക്കെ ഒന്ന് പുറത്തു പോകണത് നല്ലതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് നടന്നുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല. ബിരിയാണി മന്തി മാത്രം തിന്നതുകൊണ്ട്, അതന്നെ ഒരാൾ തിന്നതുകൊണ്ട് നരകത്തിലും പോകില്ല. ദുനിയാവിലെ ഏറ്റവും വലിയ മലയാളി ആയത് കൊണ്ട് അയാൾക്ക് നരകം ഉണ്ടാകണമെന്നില്ല. ഫക്കീറായി 10 പൈസ കയ്യിലില്ലാതെ നടന്നതുകൊണ്ട് സ്വർഗം കിട്ടി, അങ്ങനെയില്ല. അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ വാസന കിട്ടിയാൽ, അത് അംഗീകരിച്ചാൽ, ചിലത് നമുക്ക് കിട്ടൂല, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? അംഗീകരിക്കും. അപ്പോൾ അള്ളാഹു അതിൻ്റെ ഫളിലുകൊണ്ട് മരിക്കണ നേരത്തെ നമുക്ക് ആ വാസന തരും. അപ്പോൾ ആ സന്തോഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലും. അപ്പോൾ ചിരിക്കും. ചിരിക്കണ മയ്യത്തിനെ കണ്ടിട്ടില്ലേ? അവർക്ക് ഒരായുസ് ജീവിച്ചിട്ട് അവർക്ക് ജലാലിൻ്റെ വാസന അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ജലാലിൻ്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ടുണ്ടാവും. പക്ഷെ ആ വാസന കിട്ടിയിട്ടുണ്ടാവില്ല. ഈ മനുഷ്യനെ അല്ലാഹു തആല മരിക്കണ നേരത്ത് ആണ് തുറക്കും വാതിൽ. അപ്പം ആ മൂക്കിന് കയറും. അപ്പോൾ അവൻ ചിരിക്കും. ആ ചിരിയാണ് മരിച്ചു കിടക്കണ ചിരി. പുഞ്ചിരിച്ച് കിടക്കണ മയ്യത്തിനെ കണ്ടിട്ടില്ലേ? പറയും മനുഷ്യന്മാരെ, അല്ലേ? അതെ, ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചിരി മൂപ്പര് ചിരിക്കണ ഞാൻ കണ്ടില്ല. പെണ്ണുങ്ങൾ വരെ പറയും, എന്റെ അജാതി പ്രാരാബ്ദമായിരുന്നു, ചിരിക്കാൻ നേരം കിട്ടിയില്ല. പക്ഷെ ചിരിച്ചാ കിടക്കണ എന്റെ ഒരു വക്കത്ത് മുടക്കിയിട്ടില്ല, ഒരു ലായിലാനൊന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ വായിലോട് ഉറന്നു, ആ കാറ്റിനടിച്ചു, അതിലാണ് ചിരിച്ചു. നമ്മളെ ക്ലാസ്സിന് വരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ ഫറോക്കിൽ. അവിടെ ആ ബേക്കറി നിൽക്കുന്നു. എന്താ അയാളെ പേരുന്ന്? ബീരാം മൊയ്തീൻക്കാണോ? നബീരാം മൊയ്തീൻക്ക. അയാൾ പുറ്റക്കാട്ടുകാരനാണ്. അങ്ങനെ അയാൾ മരിച്ച് മയ്യത്തെടുക്കുമ്പോഴത്തിന് ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടു. അപ്പോൾ എത്തിപ്പെട്ടപ്പോൾ കഫൻ ചെയ്ത് കഴിഞ്ഞ് ഞാനും ഉണ്ട്, എന്നെ കൊണ്ടുപോയ റഫീഖ് എന്നൊരു വണ്ടിക്കാരനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഓടിക്കരച്ച് ചെന്ന് മയ്യത്ത് എടുക്കുകയാണ്. അപ്പം അവർ കഫൻ്റെ മുഖത്തിൻ്റെ ഭാഗം മാത്രം നീക്കിയിട്ട് ഒന്ന് മുഖം കാണിച്ചത്. അപ്പോൾ മുഖം കാണിച്ച് തന്നപ്പോൾ എനിക്ക് തോന്നി, ചുണ്ടൊന്ന് അനങ്ങിയോ, ചിരിക്കുന്നുണ്ട്, ചുണ്ടൊന്ന് അനങ്ങിയോ, ഞാൻ പോട്ടട്ട് ഉസ്താദേന്ന് പറയും പോലെ ചുണ്ടൊന്ന് അനങ്ങിയോ എന്ന് എനിക്കിങ്ങനെ തോന്നി. പിന്നെ ഞാനെന്ത് വിചാരിച്ചു, അത് എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതന്നെയല്ലേ, കാരണം മരിച്ച ഒരാളിനകത്തെ ചുണ്ടനങ്ങ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി മയ്യത്ത് നിസ്കരിച്ച് മറവ് ചെയ്യാൻ പോയി കഴിഞ്ഞ് പോന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും വണ്ടിയിലിരുന്ന് അപ്പുറം ഇരുന്ന് പോരുക, വർത്താനൊന്നും പറയണില്ല. അങ്ങനെ വന്ന് ഫറൂഖ് ആ പാലത്തിൻ്റെ അവിടേക്ക് കയറുമ്പോൾ ഈ റഫീഖ് എന്നോട് പറഞ്ഞു, ഉസ്താദേ പിന്നെ ഒന്ന് ചുണ്ടനക്കിയ മാതിരി തോന്നി, ചിരിച്ചുകൊണ്ടൊന്ന് ചുണ്ടനക്കിയ മാതിരി എനിക്ക് തോന്നിയെന്ന് എന്നോട് വണ്ടിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്കും തോന്നി. പണി ബേക്കറിയിൽ നിൽക്കിയിരുന്നു. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. മുദരീസല്ല, ഔലിയല്ല, ഒന്നല്ല, ഒരു നാടന. പക്ഷേ ഒരു നന്മയുള്ള ഒരു വാക്കോ ഒരു നന്മയുള്ള മജ്‌ലിസോ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതിന് സമ്മാനം അള്ളാഹ് കൊടുത്തതാ. അപ്പം എനിക്ക് തോന്നിയതല്ല, അങ്ങനെ ഉണ്ടാവും. ചിന്തിക്കും, എന്തേ അതള്ളാഹ് കൊടുക്കും. അപ്പോൾ ജലാലിൻ്റെ ആളുകളാണോലൊക്കെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മുഅ്മിനായ അവിടെ പിന്നെ കന്ന് പൂട്ടണോന്, പാടത്ത് കളക്കണോന്, ഓട്ടോറിക്ഷക്കാരന്, ബേക്കറി പണി എടുക്കണം, ഒന്നും കണക്കില്ല. എന്ത് പണിയെന്ന് അവിടെ കണക്കില്ല. ഒരു പണി കക്കൂസ് പോരുന്നവനും അങ്ങനെ കണക്കൊന്നും അവിടെ ഇല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ജലാലിനെ ഒരാൾ അംഗീകരിച്ചാൽ ആ മനുഷ്യനെ മരിക്കുന്നത് വരെ നമ്മക്കത് തിരിയില്ല. നമ്മൾ തിരിയാൻ വേണ്ടി കളിക്കും. പക്ഷേ മരിക്കുമ്പോ അള്ളാഹ് ഒന്നാണ് വാസന കൊടുക്കും, അതിനാണ് ചിരിക്കും. അള്ളാഹു അവസ്ഥ നമുക്ക് തരട്ടെ. അവർ ഭൂമിൻ്റെ അടിക്ക് എന്നാൽ കഫൻ പുടവ പൊട്ടൂല. എന്നോട് എത്രയോ കുയ്യന്മാർ പറഞ്ഞിട്ടുണ്ട്,
പലവട്ടം എൻ്റെ ഈ ആയുസ്സിൽ ഞാൻ പലപ്പോഴും ഈ മുക്രിമാരെ ഖബർ കളക്കണവരെ കണ്ടാൽ ചോദിക്കും, പ്രത്യേകിച്ച് പഴയ പള്ളിപ്പറമ്പാണെങ്കിൽ ചോദിക്കും, വല്ല അത്ഭുതം കണ്ടിട്ടുണ്ടോ? ഖബർ വിൽക്കുമ്പോൾ അത്ഭുതം കാണും. എങ്ങനെയാണ്? ഒരു ഖബറിൻ്റെ അടുത്താണ് അടുത്ത ഖബർ വിൽക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ചുമര് വളരെ വളരെ നൈസായ ചുമരാകുമ്പോൾ ചിലപ്പോൾ എന്തിന് ഇട പൊട്ടുമ്പോൾ ശരിക്കും നോക്കാൻ കഴിയും എന്തിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക്. ചിലപ്പോൾ ഒന്നും കാണൂല, ചിലപ്പോൾ ദുർഗന്ധം. അങ്ങനെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരു കുയ്യൻ പറഞ്ഞിട്ടുണ്ട് ദുർഗന്ധം കൊണ്ട് പിന്നെ ആ ഖബർ കുഴിക്കാൻ കഴിഞ്ഞില്ല, അത്രയും ദുർഗന്ധം. നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. ആ അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അതേ സമയത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ത്? ഉറങ്ങി അങ്ങനെ കിടക്കുക. ഒരാൾ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ മാസം എൻ്റെ ഓർമ്മ, എന്നോട് പറഞ്ഞു നീർന്ന് കിടക്കുക. അതായത് കിടത്തിയപ്പോൾ ചെരിച്ചായിരിക്കും കിടത്തിയിരിക്കുക. പിന്നെ ഖബർ എന്തായി? വിശാലായി എന്ന് പറഞ്ഞാൽ കാഴ്ച തന്നെ വിശാലായി. നമ്മളിപ്പോൾ ഖബർ വിശാലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശാലമായൊരവസ്ഥ അദ്ദേഹത്തിന് കൊടുക്കാനാണ്. പക്ഷെ ഇത് ഖബർ തന്നെ ചില ആളുകൾക്ക് എന്താവും? നീർന്ന് കടത്തം. അങ്ങനെ കണ്ടൂന്ന് ഈ കഴിഞ്ഞ മാസം ഒരു ഖബർ വയ്ക്കുന്ന ആളിനോട് പറഞ്ഞു, കിടക്കുക എന്നത്താ മയ്യത്ത് അങ്ങനെ കിടക്കുക, നീർന്ന് ഖബർ നിറച്ചട കിടക്കുക ഒരാള്. ഖബർ ലേശം നീങ്ങി. എന്റെ നരകത്തിന് വരെ ഇവിടെ പേടിയോ? എന്താ മണ്ണിന് പേടിക്കാൻ നിൽക്കുക? എന്റെ ഫാത്തിമാനെ നരകത്തിന് പേടിയാ. എന്റെ ഫാത്തിമാനെ ഒരാൾക്ക് ദീനിയായ മാർഗത്തിൽ എന്റെ ഫാത്തിമയാണ് നേതൃസ്ഥാനത്തിന്, നേതൃവനിതയാണ് എന്റെ ഫാത്തിമ എന്നൊരാൾ വിശ്വസിച്ച് സ്നേഹിച്ചാൽ അവനെ കണ്ടാൽ നരകത്തിന് പേടിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തെയ്യപ്പം അങ്ങനെ തന്നെയല്ലേ? നമ്മളെ വല്യാപ്പാരും വല്യന്മാരും ഒക്കെ ആരെ സ്നേഹിച്ചവരാണ്? പറയും മനുഷ്യന്മാരെ ആരെ സ്നേഹിച്ചവരാണ്? ഫാത്തിമ ബീവിനെ സ്നേഹിച്ചവരല്ലേ? അള്ളാഹു അങ്ങനെ നമ്മളെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടിയൊക്കെ കൊടുത്ത പേര് ഫാത്തിമ എന്നാണ്, ആൺകുട്ടിയൊക്കെ കൊടുത്ത പേര് മുഹമ്മദ് എന്നാണ്. ഒന്ന് റസൂലുള്ളാഹിനോട് ഇഷ്ടം, ഒന്ന് ഫാത്തിമ ബീവിനോട് ഇഷ്ടമാണ്. പിൽക്കാലത്ത് അത് ഫാത്തിമ എന്നൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അത് അവരെ വിവരക്കുറവാണ്. എന്നാലും അവർ സ്നേഹമാരോടാണ്, ഫാത്തിമ ബീവിയോട്. ഭാഷ നോക്കണ്ട, വളരെ ചിന്തിക്കണം. ആ മനുഷ്യന്മാരൊക്കെ ഈ ഭൂമിൻ്റെ അടിയിൽ കോടിക്കണക്കായ മനുഷ്യന്മാരെ കഫം പുടവ പൊട്ടാതെ കിടക്കുന്നുണ്ടാവും. കോടിക്കണക്കിന്. അവർക്കിഷ്ടമാണ് ആരെ? അള്ളാഹുവിനെയും റസൂലിനെയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർക്ക് ഇവിടുന്നാണ്ട് ഇറങ്ങിയാട് കിട്ടും, ഒക്കെ കിട്ടും. ഈ ഭൂമിയിൽ നിന്ന് അത് കിട്ടണം. അതിനാണ് ഞാൻ ആദ്യ രായത്തോടിയത്, ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയം ഉള്ളവർക്ക്. അപ്പൊ പിന്നെ എല്ലാവർക്കും ഹൃദയം ഇല്ലേ? ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചല്ല. അല്ലെങ്കിൽ ഹൃദയം ഇല്ലെങ്കിലും ചെവി ഇട്ട് കൊടുത്താൽ മതിയാവും. ഓന് വാസന അടിക്കണ ഹൃദയമൊന്നുമില്ല, പക്ഷെ വാസന അടിക്കണ ആൾക്ക് പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്ന് പറയും മനുഷ്യന്മാരെ, പച്ച മലയാളം പോലത്തെ അറബിയാണ്. ലിമൻ കനലുഹു കൽബുൻ, കൽബുള്ളവന് ഇതിൽ പാഠമുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ അവൻ എന്തില്ല? കൽബില്ല പറഞ്ഞാൽ കൽബില്ല എന്നല്ല, അപ്പറഞ്ഞ ഒരു കൽബ്. അങ്ങനെ അള്ളാന്റെ ജലാലിയത്തിലേക്കും ജമാലിയത്തിലേക്കും മുഹമ്മദീയത്തിന്റെ ഹഖീഖത്തിലേക്കും തുറന്നു കിട്ടിയ കൽബൊന്നും അയാൾക്ക് ഇല്ലെങ്കിലും അയാൾ ചെവി കൊടുക്കും, ഇട്ടുകൊടുക്കും. വഹുവ ഷഹീദ്, സാന്നിധ്യത്തോടെ. തൃപ്പഞ്ച് ഉസ്താദിന്റെ അടുത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഓൻ എന്ത് ചെയ്യും? ചെവി ഇട്ട് കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. ചിലപ്പോൾ ചെവി കേൾക്കൂല. അപ്പോൾ ഉള്ളവരോട് ചോദിക്കും, അല്ല എന്തേ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ, എന്ത് അവിടെ ഇപ്പം അവൻ അവിടെ ഉണ്ട്. ചെവി കേട്ടിട്ടില്ലെങ്കിലും അവൻ അവിടെ ഉണ്ട്. അവന്റെ ഹൃദയത്തിൽ അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവന് ഈ വാസന കിട്ടിയിട്ടില്ല, പക്ഷെ വാസന കിട്ടിയ ആൾക്ക് അവൻ എന്ത് കൊടുത്തിട്ടുണ്ട്? എന്ത് കൊടുത്തു? ചെവി. അതിന് നമുക്കൊക്കെ കഴിയും. പറ്റൂലേ? പറയും മനുഷ്യന്മാരെ, പറയും. നമ്മക്കിപ്പോ ഹൃദയം തുറന്നിട്ടൊന്നും കഴിയൂല, പക്ഷെ തുറന്നു കിട്ടിയ ആൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ചെവി കൊടുക്കാൻ കഴിയും. 2 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് മമ്പറത്തിന് സിയാറത്ത് പോയി. എന്തേ? അത് തുറന്നു കിട്ടിയ ആളാണ്. ഒരു മരിച്ചാലും ജീവിച്ചാലും ഒക്കെ കണക്ക് തന്നെയാണ്. അവിടെ പോയി പാത്തിയോറി പോന്നു. മനസ്സിലായോ പറഞ്ഞത്? എന്റെ മമ്പറത്തോട് ഇത്ര ഇഷ്ടം, അത് തുറന്നു കിട്ടിയ ഒരാളാണ്. ഒന്ന് തുൽപ്പഞ്ചി പോയി, ഒന്ന് അവിടെ പോയി, ഒന്ന് ഫ്രാൻസിസ് റോട്ടില് എന്താ പറയാ ഷെയ്ഖിന്റെ അള്ളി പോയി. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്.
അവിടെ ആയിരുന്നില്ല. കടല് കയറി, മഴവെള്ളം കൂടി കടല് കയറി, ഖബർ വെള്ളത്തിലായി. മറവ് ചെയ്തിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ ഖാദിയാർക്ക് സ്വപ്നം കണ്ടു, നിങ്ങളെല്ലാവരും നല്ല കിടക്കുക, ഇന്ന ഈ വെള്ളത്തിലിട്ടിട്ട്. അവസാനം എന്ത് ചെയ്തു? പോയി വെള്ളം കയറിയിട്ടുണ്ട് ഖബറിലേക്ക്. മനസ്സിലായില്ല? കടല് കയറി വന്നു. ഇന്നത്തെ നമ്മളെ കടപ്പുറല്ല യഥാർത്ഥം, അതിന്റെ എത്രയോ അപ്പുറത്താണ് യഥാർത്ഥ കടലുള്ളത്. പിന്നെ കാലാന്തരത്തിൽ കയറി വന്ന ഒരു വർഷകാലത്ത് കടൽ തിരകൾക്ക് ഏറ്റവും അടുത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? ഈ ഖബർ. ഒരു രാത്രി വെള്ളം ഇവിടേക്ക് കയറി. ആ രാത്രി ഖാദിയെ സ്വപ്നം കണ്ടു. അപ്പോൾ ഓടിച്ചെന്നു. വെളുപ്പിന് പോയിട്ട് ചെന്ന് നോക്കുമ്പോ വെള്ളത്തിലായിട്ടുണ്ട് എന്ത്? അബുൽ വഫ തങ്ങളുടെ ഖബർ. എന്നിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് ഖബർ മാന്തി എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടേ മറവിയത്, ഇന്ന് കിടക്കുന്ന സ്ഥലത്ത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? താരിഖ് അങ്ങനെയാണ്. അത് എഴുതപ്പെട്ട എത്രയോ ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. على النبي صلى الله لا إله إلا الله. 100 കൊല്ലം എന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആളെ കൊണ്ട് ഇവിടെ മറവ് ചെയ്തു. എന്തേ? ഒന്നും പറ്റിയിട്ടില്ല. എന്ത്? പേടിയാണ്. പേടി. നമ്മളെ നിലമ്പൂരിനടുത്ത് തിരുമുണ്ടിക്കൽ എന്നൊരു സ്ഥലമുണ്ട്. തിരുമുണ്ടിക്കൽ ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇന്ന് ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ സനത് കൃത്യ. ഒരു ദിവസം അവിടുത്തെ മൂല്യർക്ക് മുക്രിക്ക് രണ്ടിലൊരാളാണ് സ്വപ്നം കണ്ടു. എന്നിട്ട് നിങ്ങൾ ഇന്നങ്ങനെ നനവിലിട്ടിട്ട് കിടക്കുകയാണല്ലോ അവിടെ ഒരാള്. അപ്പോൾ ഇത് കണ്ടത് മനസ്സിലായില്ല. പലവട്ടം പിന്നെയും കണ്ടു. അപ്പോൾ അന്വേഷിച്ചു, ചെന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്നാൽ, ഹൗളിൽ നിന്ന് പുറത്തേക്ക് കുഴിയിലേക്ക് പോകുന്ന പൈപ്പിൻ്റെ ഏരിയ പൊട്ടിയിട്ട് പഴയ കാലത്ത് അവിടെ ഒരു മുക്രി ഉണ്ടായിരുന്നു. അനവധി കാലം ബാങ്ക് കൊടുത്ത മുക്രിയുടെ ഖബറിലേക്ക് എന്തായിട്ടുണ്ട്? വെള്ളം നനഞ്ഞു. മാന്തി നോക്കുമ്പോൾ ഉറങ്ങുക. മനസ്സിലായോ? ബാങ്ക് കൊടുക്കുന്ന മനുഷ്യന്മാരെ അങ്ങനെയാണ്. ഓലെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഭൂമിക്ക് ഒരു ഇഖ്ലാസിനോട് കൂടി ബാങ്ക് കൊടുത്തതാണെങ്കിൽ നരകത്തിനോലെ പേടിയാവുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസ് അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എല്ലാവരും തലതാഴ്ത്തി നിൽക്കുന്ന ദിവസം തല പൊക്കിപ്പിടിച്ച് നിൽക്കുന്നവർ പള്ളി മുക്രിമാർ ആയിരിക്കും, മുഅദ്ദിനീങ്ങളായിരിക്കും. ഫതിൽക ലുഹൂമുൻ ഹറമഹല്ലാഹു അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ മാംസം കഴിക്കരുത്, അത് നിനക്ക് ഹറാമാണെന്ന് അള്ളാഹു നരകത്തെ പടച്ചപ്പോൾ നരകത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ് മനസ്സിലായില്ല? ഫതിൽക ലുഹൂമുൻ, ബാങ്ക് കൊടുക്കുന്ന മുക്രിമാരുടെ മാംസം പ്രത്യേക മാംസമാണ്. ഹറമഹല്ലാഹ്, അള്ളാഹു തആല മാംസത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. എന്തിന്? അലന്നാരി, നരകത്തിന്റെ മേൽ. അതായത് ലുഹൂമൽ മുഅദ്ദിനീന, ബാങ്ക് കൊടുക്കുന്നവരുടെ മാംസത്തിൽ തൊടരുത് എന്ന് അള്ളാഹു ആരോട് പറഞ്ഞിട്ടുണ്ട്? നരകെ തൊട്ട് പോകരുത്. നരകത്തിന് വരെ അവരെ പേടിയാണ്. പിന്നത്തെ ഭൂമി എൻ്റെ ജലാലിയത്തിൽ കയറി ഇരുട്ടും വെളിച്ചവും സുനാമിയൊന്നും ഓൽക്ക് കണക്കില്ല. നേരത്തെ പോയി ബാങ്ക് കൊടുക്കും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്ത് കല്യാണവും കല്യാണത്തിനും സൽക്കാരത്തിനും പോകാത്ത മുക്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും പോകില്ല. കുടുംബത്തിൽ വരെ മക്കൾ പുതിയ ഇറങ്ങണം നോക്കൂല. നിക്കായം കഴിച്ച് പായും. എന്തേ? ബാങ്ക് കൊടുക്കണം. അതിന് യുക്തന്നെ കൊടുക്കണം. 40 കൊല്ലം തേക്കണം, 50 കൊല്ലം തേക്കണം. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഒരു വക്കത്ത് നഷ്ടപ്പെടാൻ പാടില്ല. വേഗം നേരത്തെ കാലത്ത് എന്ത് ചെയ്തു? ജവ്വത്തുക്ക വാങ്കായത്തുക്ക ഒക്കെ പറഞ്ഞ് 100 കഴിഞ്ഞ് വന്ന് നിക്കായ തീർത്തു. പിന്നെ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോണെങ്കിൽ നേരെ വൈകുമല്ലോ, അതിന് കാത്തുന്നില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ ചിറ്റിക്കളിച്ച് നേരെ വൈകും. മൂപ്പര് പായും. ഇവിടെ ഫറോക്കിലുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന ഒരാൾ. മൂപ്പര് പായും. എവിടേക്ക്? പള്ളിയേക്ക്. എന്തിന്? ബാങ്ക് കൊടുക്കാന്. മൂപ്പര് 40 അല്ല, മൂപ്പർക്ക് തെറ്റിക്കാൻ പറ്റൂല. ഇത് അള്ളാഹിനോടൊരു കരാറാണ്, പള്ളി കമ്മിറ്റിനോടല്ല, അള്ളാഹിനോട് കരാറാണ്. മനസ്സിലായോ? എന്തേ ഇവിടെ കയറി? ഓലൊരു പച്ച വെള്ളത്തിലൊന്ന് ഊതിയാൽ മതി, എന്റെ ദീനം മാറാൻ. ഒന്ന് ഊതിയാൽ മതി. അവരെ നാവിൽ പോലും അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ സ്പർശം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നോട്ടുന്നില്ല, ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കണം. ഇപ്പൊ ജലാലിയ റാത്തീബ് എന്ന് പറഞ്ഞാൽ 2 അവസ്ഥ ഉണ്ട്. ഒന്ന് നാവുകൊണ്ട് ചെല്ലുക, 2 ചെല്ലി അതുകൊണ്ട് മുളക്കുക.
അതെല്ലാത്തിലും പങ്കെടുക്കണം. എല്ലാം അതിനേക്കാൾ വലിയ അള്ളാഹിൻ്റെ വൽപ്പത്തരം അത് നമുക്ക് തിരിയൂല. പിന്നെ അങ്ങനെ പറഞ്ഞാണ്ട് തിരിയാന്ന് പറഞ്ഞാൽ കുറച്ചാണ് തിരിഞ്ഞാൽ മതി, ഒന്ന് വാസന കിട്ടിയാൽ മതി. അല്ലാതെ അള്ളാഹിനെ നമുക്ക് എങ്ങനെ തിരിയാം? അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. ഒരു കുപ്പി കാക്കിലത്തായ സുമ്മ കൊണ്ടൊന്ന് വിഷം ഖാലിദ് ബിൻ വലീദിനെ ഏൽപ്പിച്ചു. ഖാലിദിനോട് പറഞ്ഞു ജൂതന്മാര്, നഹാവന്ത് എന്നാ പറയുന്നത്, ഖാലിദേ ഈ വലിയ അള്ളാന്റെ ആളാണെങ്കിൽ ഈ വിഷം ഒന്ന് കുടിക്ക്, ഈ മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ മുസ്ലിം ആകാം. ശ്വസിച്ചാൽ മരിച്ചു, ആജാതി വിഷം. അപ്പോൾ ഖാലിദ് പറഞ്ഞു ഞങ്ങൾ കുറച്ചെണ്ണം നീങ്ങി നാളി. അതായത് നിന്റെ കാർക്ക് തുറക്കണ നേരത്ത് ഇനി അതിന്റെ വാസന തട്ടിയിട്ട് നിങ്ങൾ മരിച്ചാൽ ഞാൻ മരിച്ചു അല്ലേ എന്ന് അറിയണമെങ്കിൽ ഇവിടെ ആളുണ്ടാവില്ലല്ലോ. പറഞ്ഞു മനസ്സിലായ നിങ്ങൾ ആദ്യം നിങ്ങളൊന്നാണ് മാറിക്ക് ഇവിടെ പൊട്ടിച്ചു. എന്നിട്ടോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ഫഅകബഹു ഇലാ ഫമി അസ്സുമുൽ ഖാതില ഫആശ ബഅദഹാ 20 ആമാ. പിന്നെ ജീവിച്ചിട്ടുണ്ട് 20 കൊല്ലം. ആര്? ഖാലിദ്. അത് കണ്ട ജൂതന്മാർ മുസ്ലിമായി ചിരിച്ചിങ്ങനെ കുടിച്ചു. എന്ത്? ഏത് വിഷം? അതിന്റെ വാസന അടിച്ചാൽ മരിച്ചു, ആജാതി വിഷം. ബിസ്മില്ലാഹ്. എന്ത്? അവരെ കൊല്ലാൻ ആർക്ക് കഴിയില്ല? പറയ്. കഴിയൂല. ബുഖാരി ഇങ്ങോട്ട് മറിച്ച് 2 പേജ് കഴിഞ്ഞാൽ ഒരു ഹദീസ് ഉണ്ട്, ഒരു കുട്ടിയെ കൊല്ലാൻ രാജാവ് പഠിച്ച പണി 18 പഠിച്ചിട്ടും കൊല്ലാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ല? എന്തേ? അള്ളാഹുവിന്റെ ജലാലിയത്ത് തടി കയറിയ കുട്ടിയാണ്. പല പണിയും എടുത്തു ആ രാജാവ്, ഒരു കുട്ടിയെ കൊല്ലാൻ നോക്കി. പഠിച്ച പണി പലതും നോക്കിയിട്ടും കുട്ടിയെ കൊല്ലാൻ രാജാവിന് കഴിഞ്ഞില്ല. അപ്പോൾ രാജാവ് അവസാനം കുട്ടി തന്നെ പറഞ്ഞ്, എന്നെ കൊല്ലണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരു പീഠത്തിൽ എന്നെ കയറ്റി നിർത്തുക, ജനക്കൂട്ടത്തെ വിളിക്കുക, നാട്ടിലെ ജനങ്ങളെ വിളിക്കുക. ആ നാട്ടിൽ അള്ളാഹിനെ വിശ്വസിച്ച കുട്ടിയത്. ബാക്കിയൊക്കെ രാജാവാണ് റബ്ബ് എന്ന് പറയുന്നവരാ. എല്ലാവർക്കും രാജാവ് പഠിപ്പിച്ച ഞാനാണ് റബ്ബ് എന്നാണ്. ഒരു കുട്ടി നിജ റബ്ബല്ല, റബ്ബ് വേറെയാ, അല്ലാഹുവാ. അപ്പോൾ ഈ കുട്ടിയെ കൊല്ലാൻ പഠിച്ച പണി പലതും നോക്കി, കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞാൽ. ഈ ഹദീസ് ബുഖാരി ഇങ്ങോട്ട് തുറന്നാൽ 2 പേജ് കഴിഞ്ഞാൽ ഈ ഹദീസ് കാണാം. മുത്ത് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറയാം. അവസാനം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണോ? വഴിയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ ഒരു മൈതാനിക്ക് വിളിച്ചു കൂട്ടുക, എന്നിട്ട് എന്നെ ഒരു പീഠത്തിൽ കയറ്റി നിർത്തുക, ജനങ്ങൾക്കൊക്കെ കാണണം. എന്നിട്ട് ഞാൻ നിനക്കൊരു അമ്പും വില്ലും തരും, ആ അമ്പും വില്ലും നീ കൊലക്കുമ്പോൾ ജനം കേൾക്കേ ഉറക്കെ പറയാ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. പിന്നെ കൊല്ല. ഈ കുട്ടിനെ കൊണ്ട് രാജാവ് കുടുങ്ങിക്കണ്. ഈ കുട്ടി നിലന്നാ നാട്ടുകാരൊക്കെ മുമ്പിനാവും. ഇത് രാജാവ് പറയുന്നത് ഞാനാണ് റബ്ബിനാണ്, അപ്പൊ ഇതിനെ വേഗം കൊല്ലണം. അപ്പൊ അവസാനം നിർവാഹമില്ലാതെ കുട്ടി പറഞ്ഞ കേട്ടു രാജാവ്. നാട്ടുകാരൊക്കെ മൈതാനിക്ക് വിളിച്ചൂട്ടി, കുട്ടിയെ പീഠത്തിൽ കയറ്റി, കുട്ടിയുടെ കയ്യിൽ നിന്ന് അമ്പും വില്ലും വാങ്ങി. ജനം കേൾക്കെ എന്ത് പറഞ്ഞ്? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. അമ്പെയ്തു, നെഞ്ചത്ത് തറച്ചു, കുട്ടി മരിച്ചു. ഫസറഖന്നാസ്, ജനങ്ങൾ അട്ടഹസിച്ചു, വിഡ്ഢി, ഇനി നീ റബ്ബാണെന്ന് ഞങ്ങൾ പറയില്ല. ആമന്ന ബില്ലാഹ് ആമന്ന ബി റബ്ബിൽ ഗുലാം. ഇജ് ഞങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇജല്ല റബ്ബ്, ആ കുട്ടിന്റെ റബ്ബായ അള്ളാഹു ആണ് റബ്ബ്. നിജൻ പറഞ്ഞേ, ഞങ്ങളെങ്ങനെ ഇജ് റബ്ബാന്നറിയാം? ഓടെ പണി നോക്കി. ഒരു മൂമിനെ കൊന്നപ്പോൾ 10,000 മൂമിനുണ്ടായി. മനസ്സിലായേ? അപ്പോൾ അതിന് ശിക്ഷ കൊടുത്തു രാജാവ്. ഇവരൊക്കെ കിടങ്ങിലിട്ട് കൊല്ല. 1-2 ആളാണെങ്കിൽ അർത്ഥമല്ല, എല്ലാ നാട്ടുകാരൊക്കെ മൂമിനായ പിന്നെ എങ്ങനെ കൊല്ല? അപ്പോൾ കിടങ്ങിൽ തീ നിറച്ചു. അതാണ് ഏത് സൂറത്തിലുള്ളത്? واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഓർമ്മല്ലേ സൂറത്ത്?
എന്റെ കൂടെ നോടി. ഈ സംഭവമാണത് മനസ്സിലായ സംഭവം. ഒരു കുട്ടിയെ കൊന്നു, അള്ളാഹുവിൽ വിശ്വസിച്ച അള്ളാഹിന്റെ ജലാലിയത്ത് മനസ്സിലാക്കിയ കുട്ടിയെ കൊന്നു. കൊല്ലാൻ കുട്ടി തന്ന അമ്പെടുത്തിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്നാണ് ചൊല്ലിയിട്ട് അണ്ട് അമ്പെയ്തു, കുട്ടികൾ മരിച്ചു. അപ്പൊ ആ നാട്ടുകാരൊക്കെയാണ് പറഞ്ഞു, എന്ത് ആമന്നാ ബില്ലാഹി റബ്ബിൽ ഗുലാം, അള്ളാഹിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, ആ കുട്ടിന്റെ റബ്ബായ അള്ളാഹിനെ ഞങ്ങളും വിശ്വസിച്ചു. 10,000-കണക്കിന് ജനങ്ങളൊക്കെ മുഅ്മിനായി. അപ്പൊ ഇനി ഇവരെ എങ്ങനെ കൊല്ലുക? അപ്പോൾ ഒരു മുഅ്മിനെ തന്നെ കുടുങ്ങിയതാണ്, ഇനി എല്ലാവരും മുഅ്മിനായ എന്താട്ടാ? അപ്പൊ പാതയോരങ്ങളിൽ കിടങ്ങ് കീറാൻ രാജാവ് കൽപ്പിച്ചു. കിടങ്ങുകൾ കീറി. ഉഹ്ദൂദ്, എന്താ ഉഹ്ദൂദിന്റെ അർത്ഥം? കിടങ്ങുകൾ. വസ്സമാഇ ദാത്തിൽ ബുറൂജി വൽയൗമിൽ മൗഊദി വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. 90 ഇസ്മ കിട്ടാത്ത സൈറ്റ് ഉണ്ടോ? അത് കാണാതെ പഠിക്കുക. മൻ അഹാത ബിഹാ ദഖലൽ ജന്ന. അത് പൂർത്തിയാക്കി ഒരാൾ അറിഞ്ഞാൽ അവന് എന്തുണ്ട്? സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ ജലാലും ജമാലുമാണ് ഉള്ളത്. അള്ളാഹിൻ്റെ പേരാണ്. എല്ലാവരും പഠിക്കണം, കാണാതെ പഠിക്കണം. വയസ്സന്മാരും അല്ലാത്തവരും ഒക്കെ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. അസ്മാഉൽ ഹുസ്നയാണ് ജലാലിയത്തിൻ്റെ ഉള്ളിലുള്ളത്. ജലാലിയ റാത്തീബ്, അതിൻ്റെ ഉള്ളത് അസ്മാഉൽ ഹുസ്നയുള്ളത്. അത് മുഴുവനും അള്ളാഹിൻ്റെ ജലാലിയത്താണ്. അള്ളാഹിൻ്റെ ഇസ്മൊക്കെ അള്ളാഹിൻ്റെ ജലാലിയത്താണ് എല്ലാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.